സുഹൃത്തുക്കളെ, ഞാനിപ്പോ കർണാടകത്തില് എല്ലാ ഭാഗത്തും ടൂർ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ആശ്ചര്യമായ സംഗതി എന്ന് പറഞ്ഞാല്, ചില സ്നേഹിതന്മാർ ഫോൺ ചെയ്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, CM ഇബ്രാഹിം മുസ്ലിം സമൂഹത്തിനോട് ബീഫ് തിന്നാൻ പാടില്ല എന്നിട്ട് പ്രാർത്ഥിക്കുന്നു എന്നിട്ടുള്ള ഒരു ന്യൂസ് നടത്തുന്നുണ്ടെന്ന്. അത് കേട്ട് എനിക്ക് വളരെ ആശ്ചര്യമായി. കാരണം BJP ഗവൺമെന്റ് ആ ബില്ല് കൌൺസിലിൽ കൊണ്ടുവന്നേരം കോൺഗ്രസിനോട് അത് എതിർക്കാനുള്ള സംഖ്യയില്ലായിരുന്നു. BJPന്റെ മെജോറിറ്റി ആയിരുന്നു. ഉടനെ ദേവഗൌഡജിനെ കണ്ട് ജനതാദളും കൂടി ആ ബില്ലിനെ എതിർത്തേരോ BJPക്കാര് ആ ബില്ലൊന്ന് അസംബ്ലിയിൽ വെച്ചിട്ടില്ല, കൌൺസിലിൽ അത് വെച്ചിട്ടില്ല, പാസ്സാണ്ട് തിരിച്ചെടുത്ത്. ഇപ്പൊ അതിന് ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് പറയുന്നത് നോക്കാം, കോർട്ട് പോയിട്ട് നമ്മൾ വേണമെന്ന് ചെയ്യാം. പക്ഷെ ഒന്നും ഞാൻ ഗവൺമെന്റിനോട് അന്നും ചോദിക്കുന്നു, ഇന്നും ചോദിക്കുന്നു, ഇന്ന് നിങ്ങൾ പശു ഇറക്കാൻ പാടില്ല എന്ന് നിങ്ങളങ്ങനെ പറയുന്നുണ്ട്. യെസ്, വാദത്തിന് ഞാൻ കേൾക്കുന്നു. എന്റെ അടുത്തൊരു പശുവുണ്ട്, 50,000 രൂപ കൊണ്ടുവന്ന് ആ പാലിനെ കൊണ്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. 5 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ട് ആ പശു പാല് നിർത്തിയാല് ഈ പശുവിനെ ഞാൻ എന്താ ചെയ്യാ? വിൽക്കണം. ആരാ വിൽക്കുന്നവന് മേടിക്കുന്നവൻ എന്തിനാ മേടിക്കുക? ഓൻ ഇറക്കാനല്ല മേടിക്കൂ, ഓൻ പോറ്റാൻ മേടിക്കുന്നില്ലല്ലോ. അപ്പോ ഗവൺമെന്റ് ഇതിനെ പറ്റിയിട്ട് എന്ത് പറയൂ? എന്നാ പിന്നെ എന്റെ പശു 50,000 രൂപന്റെ പശു 25,000 രൂപന്റെ വിലയാവും. ആ 25,000 രൂപ കൊടുത്തിട്ട് ഈ വേണമെങ്കിൽ പശുവിനെ പോറ്റിക്കോ. ഇത് ഞാൻ പറഞ്ഞതാ ഗവൺമെന്റിന്. കാരണം ഒരു മാസത്തിൽ 20 ലക്ഷം പശുക്കൾ കർണാടകത്തിൽ നിന്ന് ഇന്ന് പുറത്തു വരുന്നുണ്ട്. അച്ഛാ, ആ പശു ആൺകുട്ടി ഇട്ടാല അതിനാരാ പോറ്റ? ജെർസി പശുവിന്റെ ആൺകുട്ടിനെ അത് വലുതാക്കിയാലും അത് കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റൂല. അത് അറക്കാനേ പറ്റൂ. എരമന അറക്ക, ആണിനെ അറക്ക. അപ്പൊ ഈ പാലെടുക്കുന്ന പശുവിനെ നിങ്ങൾ ഇറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് കാർഷികനായ ഞാന് എന്റെ പശു നിങ്ങൾ പൈസ കൊടുത്തിട്ട് മേടിച്ചോ, ഞാൻ വേറെ പശു കൊണ്ടുവരാം, ആ പാലിനെ കൊണ്ട് ഞാൻ ജീവിക്കാം. ഇതാണ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷെ അതിന് നേരെ തിരിച്ച് അതിനെ എതിർത്തിട്ട് ഇട്ടിരുന്നൊക്കെ കേട്ട്. പക്ഷെ കർണാടകത്തിലെ ജനങ്ങൾക്കറിയാം ഞാൻ എന്താണെന്ന്. ഈ ബില്ലിന് സഹായം ചെയ്ത ദേവഗൌഡനും പിന്നെ പാർട്ടിനും ചില ഇൻഡിപെൻഡന്റ് എല്ലാവർക്കും ഞാൻ അന്ന് നന്ദി പറഞ്ഞു. ഇന്നും കൂടി ഈ ബില്ല് കർണാടകത്തില് BJPക്ക് നിയമപരമായി കൊണ്ടുവരാൻ കൌൺസിലിൽ സാധിക്കൂല. ഓർഡിനൻസ് ആയിട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ കോർട്ടിൽ നേരിടൂ. അതേപോലെ ഒരു ആ നിയമം വന്നാല് ഈ പശുക്കൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം ചെയ്യാൻ ഇവിടെയുള്ള കാർഷികന് കോടിക്കണക്കിന് ജനങ്ങള് റോഡിലെത്തും. അതുകൊണ്ട് ഇത് ഞാന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ദയവ് ചെയ്തിട്ട് തെറ്റായ ന്യൂസിന് ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഒന്നും കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു.